എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് ഒരു ഇന്നത്തെ ആ ഒരു ദിവസത്തിൽ നടന്ന അതിൻ്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങളെല്ലാം കൂടിയിട്ടുള്ളത്. അതായത് ഉച്ചഭക്ഷണം ഉണ്ട്, അതുപോലെ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങൾ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കും. അപ്പോൾ ഏതായാലും മീൻ വാങ്ങാൻ വേണ്ടി പോവാണ്. പതിവ് ഇന്നും ഗംഭീര മഴയാണ്. അപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങി കഴിഞ്ഞ് ഏതായാലും പോവായി. ഇന്ന് നമുക്ക് എന്താ വെച്ചാൽ ചെറിയ അയില കുട്ടികളുണ്ട്, അപ്പോൾ അത് കറി വയ്ക്കും ചെയ്യാം, പിന്നെ വറക്കാനും ലേശം മത്തി. അങ്ങനെയാണ് ഇപ്പം ഇന്നത്തെ നമ്മളെ വാങ്ങിയത്. മഴ കാരണേ ഒന്നുകൊണ്ട് പുറത്തേക്കൊണ്ട് ഇറങ്ങാൻ തന്നെ മടിയാണ്. എന്തായാലും വേഗം വാങ്ങിയൊക്കെ വന്നു. അപ്പോൾ ഏതായാലും നമുക്ക് എന്താ വെച്ചാൽ പാത്രം കഴുകാനുള്ള, പ്രത്യേകിച്ച് മീൻ ചട്ടി കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് വിമ്മ് നിറയ്ക്കട്ടെ പുതിയത്. അപ്പോൾ നമുക്ക് അതിലെ കുട്ടികൾ പിന്നെ മത്തി വറക്കാനുള്ളൂ, അതും കൂടിയാണ് കൂട്ടത്തിലിടാം. അത് പിന്നെ കുറച്ചേ ഉള്ളൂ മത്തി. അതിലെ കുട്ടി ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്ത് അത്രയാണുള്ളത്. മത്തി പിന്നെ അധികമില്ല, 5-6 മത്തി തന്നെ ഉള്ളൂ നമുക്ക് വറക്കാനുള്ളത്. എനിക്ക് മത്തി വറുത്തത് ഇഷ്ടമാണ്. അമ്മയ്ക്ക് പിന്നെ അതിലെ കുട്ടികൾ അതേപോലെ കറി വെച്ചത് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ എപ്പോഴും കിട്ടില്ലല്ലോ. മറ്റേ കുട്ടികളല്ല, അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. എടുക്കോ. ഇനി വറക്കനും അതുപോലെ കറി വയ്ക്കുന്നതിലേക്കൊക്കെ ഉള്ള വേണ്ടൊക്കെ ചേരുവകളൊക്കെ ചേർത്ത് അങ്ങനെ അവിടെ റെഡിയാക്കി വെക്കട്ടെ. ചള്ള പപ്പടം, ഇതാണ് ഞങ്ങൾ വാങ്ങുന്ന പപ്പടം. മീൻകറി നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ മീൻകറി അതിവിടെ റെഡിയായി.
അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു 10:30 മണിയൊക്കെ ആയതോടുകൂടി ഞാൻ റേഷൻ കടയിൽ അടുത്ത് തന്നെയാണ് പോയി ഈ മാസത്തെ ഒക്കെ വാങ്ങി വന്നു. അരി നമ്മളെ സാധാരണ അരി. അപ്പോൾ നമ്മളെ ഗോതമ്പ് പൊടി ഇത് ഡേറ്റ് ഒക്കെ ഉണ്ട്, ആഗസ്റ്റ് മാസം വരെ ഉപയോഗിക്കാം. ആട്ടപ്പത്തിൽ നമുക്ക് 2 പാക്കറ്റ് 2 കിലോ അത് ഈ ഒരു പാത്രത്തിൽ നിറച്ചുണ്ട്. പിന്നെ ഇപ്പോൾ കടയിൽ നിന്ന് വന്നപ്പോൾ ഇതാ ഒരു ഗോതമ്പിൻ്റെ ബ്രെഡ് അത് വാങ്ങി. ഇതുണ്ട് ഈ സോപ്പ്. ഇതിപ്പോൾ നമ്മൾ ഇത് കോട്ടക്കലാശാലയിൽ നിന്ന് വാങ്ങിയാണ്, സ്കിൻ പ്രൊട്ടക്ഷൻ സോപ്പ്. ഇപ്പം ഇങ്ങനെയാണ് വരുന്നത്, ആണല്ലേ. അപ്പം അങ്ങനെ ഒക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ഊണ് കഴിക്കാനായി. ഇന്നിപ്പോൾ നമുക്ക് തേങ്ങ അരച്ച ചെറിയ അയില കറി. പിന്നെ അമ്മയ്ക്ക് മീൻ വറുത്തത്, അമ്മയ്ക്ക് അയില വറുത്തതാണ്, ചെറിയ അയില വറുത്തത്. പിന്നെ പുളിയിഞ്ചി ഉണ്ട്, ഒരൊറ്റൊന്നേ ഉള്ളൂ പിന്നെ വറക്കാൻ വെച്ചത്. പിന്നെ അയിലക്കുട്ടി മത്തി പിന്നെ ഞാൻ എടുക്കും, പിന്നെ വൈകുന്നേരം എടുക്കും. ചില ദിവസങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരം കഴിക്കലുണ്ട് ഇത് വറുത്തത്. അതാണ് ഇപ്പം ഇന്ന് കുറച്ച് ഉണ്ട്. ഞാൻ 2-3 എടുക്കട്ടെ. അപ്പം ഇന്നത്തെ നമ്മളെ ഉച്ചയൂണ് അയിലക്കുട്ടി ഒന്നേ വറുത്തിട്ടുള്ളൂ. പിന്നെ അമ്മയ്ക്ക് എനിക്ക് മത്തി ഇഷ്ടം വറുത്തത്. ഊണഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് ഇരുന്നിട്ട് ഇതാ നമ്മളെ മഞ്ചേരി നമ്മളെ കാറിൻ്റെ ടയർ 2 ടയർ മാറ്റാനുണ്ട്. അപ്പോൾ അത് മാറ്റുകയാണ്. അതിന് വന്നാണ് ഇവിടെ അരീക്കോട് റോഡിലുള്ള വെള്ളുംപുറം ടയേഴ്സ്, അവിടെയാണ് വന്നത്. വണ്ടി ടയർ ഒക്കെ മാറ്റി. അതാണ് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഊണഴിച്ചതിന് ശേഷം ഉള്ള പണി അതായിരുന്നു. അപ്പം അങ്ങനെ അതിന് വന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. മഴ കാരണേ അപ്പം വെച്ചാൽ അല്ലേ പുറത്തൊക്കെ നോക്കിയാൽ ഇതിപ്പോൾ നമ്മൾ അരീക്കോട് റോഡാണിത്. മഞ്ചേരിയിൽ നിന്ന് അരീക്കോട് റോഡിലുള്ള അവിടെ നിന്നാണ് നമ്മൾ ടയർ മാറ്റലൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെ തന്നെയാണ് എല്ലാം ചെയ്യൽ, ഇങ്ങനെ ടയറിൻ്റെ പണികളൊക്കെ. അപ്പം അത് കഴിഞ്ഞ് ഇനി പോകണം, തിരിച്ചു പോകണം. അപ്പം അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഒക്കെ മാറ്റി കണ്ടില്ലേ, 2 ടയർ മാറ്റി. ഇതേ ടയർ ഇട്ടു കുട്ടിയെ, ഇതേ ടയർ ഇട്ടു കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട്? ഓക്കെ ഇല്ലേ?
ഭയങ്കര മഴ അല്ലേ? ഓ, ഇപ്പം ഏതായാലും മഴയൊക്കെ പെയ്യാണല്ലോ. എന്നാലും ഗോതമ്പിൻ്റെ ആ ഒരു പലഹാരം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരമുണ്ട്, അതും ഉണ്ടാക്കാം. പിന്നെ ശർക്കര കാപ്പി. ഇപ്പോൾ രാവിലെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ഗോതമ്പ് പൊടി, അതുകൊണ്ടാണ് ഇത്. ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് ഈ ഒരു പലഹാരം. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിപ്പോൾ ഇന്നുണ്ടാക്കുന്ന രൂപത്തിൽ. അല്ലെങ്കിൽ പിന്നെ ഗോതമ്പിൻ്റെ ആട ഉണ്ടാക്കും, അങ്ങനെയുണ്ട്. ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും പലഹാരമാണ് ഇപ്പോൾ കൂടുതലും ഉണ്ടാക്കൽ വൈകിട്ട് 4 മണി പലഹാരം എന്നുള്ള രൂപത്തിൽ. നമ്മളിതിൽ ഗോതമ്പ് പൊടിയും ശർക്കരയും മൈസൂർ പഴവും പിന്നെ ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിടും. നല്ല ടേസ്റ്റാണ് പിന്നെ. നമ്മൾ ആ പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് ഉണ്ട് പുരട്ടി ഈ ഒരു പാത്രത്തിലിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കുക, നമ്മൾ സാധാരണ ഇഡ്ഡലിൻ്റെ പാത്രത്തിൽ. അതിൻ്റെ മുമ്പ് നമുക്ക് ഇതിൻ്റെ ആ ഒരു മുകളിൽ നമുക്ക് ചെറീസും ഈത്തപ്പഴവും അതൊന്നും ഇങ്ങനെ അരിഞ്ഞിടാം, നുറുക്കിയിട്ട് അതതിൻ്റെ മുകളിൽ നിന്ന് ഇടും വേണം. പിന്നെ തേങ്ങയൊക്കെ ചിരകിയിടുക അതിൻ്റെ ഇതിൽ. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇത്രയാണ് നമ്മൾ കണ്ടോ, അങ്ങനെ ഒരു അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റാണ് ആ ഒരു അതിങ്ങനെ കഴിക്കാൻ. ഇനി ഇതൊന്നാണ് നമുക്ക് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മളെ കട്ടൻ കാപ്പി ഉണ്ട്. ഇതിപ്പോൾ ചൂടാറിയ ശേഷം ഒന്ന് ഇങ്ങനെ എടുക്കാം. കണ്ടില്ലേ, ഇവിടെ കേക്ക് പോലെ തന്നെ. അപ്പം അങ്ങനെയൊക്കെയാണ് രാവിലെ മുതൽക്ക് ഒരു 3 മണി 4 മണീൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുള്ള ആ ഒരു സമയം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഇത് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കലുണ്ട്, നമുക്ക് നല്ല രസമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.